അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നില്ല എല്ലാവരും? നമ്മളിപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ ഇരുന്നൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് ഇത്രയും നാളെ നമ്മുടെ ഡെയിലി വ്ളോഗ്സും ട്രാവൽ വീഡിയോസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒന്നിരുന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇരുന്ന് സംസാരിക്കുമ്പം ഇന്ന് ഞാൻ നിങ്ങളോട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വാട്ട്സ് ഇൻ മൈ ബാഗ് എന്ന് പറയുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ ഇതിന് മുമ്പേ വാട്ട്സ് ഇൻ മൈ ഡ്യൂട്ടി ബാഗ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് ഞാൻ എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു ബാഗാണ്. അതായത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴും എസ്പെഷ്യലി ആമിയായിട്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബാഗാണ്. പിന്നെ ഇത് ഞാനൊരു ലാസ്റ്റ് 3 years ആയിട്ട് ഞാൻ ഈ സെയിം ബാഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ റിവ്യൂയും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് വാട്ട്സ് ഇൻ മൈ ബാഗ് എന്ന് പറഞ്ഞ് അതിലോട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് കിടക്കാം. അപ്പോൾ അതിന് മുമ്പേ ഈ ബാഗ് എന്ന് പറയുന്നത് നമുക്ക് ഹാൻഡ് ബാഗായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്താൽ ഇങ്ങനെ ഹാൻഡ് ബാഗായിട്ട് യൂസ് ചെയ്യാം. അതല്ലാതെ ഇതിന് എക്സ്ട്രാ സ്ട്രാപ്പ് ഉണ്ട്, നമുക്ക് ഷോൾഡർ ബാഗായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ബാഗിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം കേട്ടോ. ഇതിലിപ്പോൾ 3 കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ മെയിൻ കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ചെയ്യാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇച്ചിരി കൂടി ബിഗ് ആയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാനിത് ഓപ്പൺ ചെയ്യുവാണ് ഇപ്പം. അപ്പോൾ ഇത് ഇത്രയും വലിയൊരു ലാർജ് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ, വെള്ളം കൊണ്ടുപോകാനുള്ളൊരു ബോട്ടിൽ, പിന്നെ ഇതേ ആമിയുടെ മിൽക്ക് ബോട്ടിലുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് ആമിയുടെ സാധനങ്ങളാണ് കേട്ടോ. ഇതേ ആമിക്കൊരു എക്സ്ട്രാ പെയർ ഡ്രസ്സുണ്ട്. എപ്പോഴാണ് എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, പിള്ളേരുടെ കാര്യമല്ലേ. അങ്ങനെ ഒരു എക്സ്ട്രാ പെയർ ഡ്രസ്സുണ്ട്. ആമി ചിരിക്കും കേട്ടോ ഇവിടെ ഇരുന്നത് പറയുമ്പോൾ. പിന്നെ ഇതേ കുറച്ച് ഡയപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സെറ്റ് ഓഫ് വൈപ്സ്. ഇത്രയാണ് ഞാൻ മെയിനായിട്ട് ആമിക്ക് വേണ്ടി കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ എന്തെങ്കിലും ക്രിസ്പോ അല്ലെങ്കിൽ അവളുടേതായിട്ടുള്ള വെജി സ്ട്രിപ്സ് എല്ലാം മേടിക്കുന്നുണ്ടെങ്കിൽ അതും വെക്കും. അപ്പോൾ ഇത്രയാണ് എൻ്റെ മെയിൻ കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് സൈഡിൽ വേറെ 2 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇനി നമുക്ക് അതിലെന്തൊക്കെയാണ് ഉള്ളത് നോക്കാം കേട്ടോ. ഇതിലാണ് എൻ്റേതായ ഐറ്റംസ് വരുന്നത്. ഇതിലെല്ലാം മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അതിന് മാത്രം മേക്കപ്പ് ഒന്നും ചെയ്യില്ല, എന്നാൽ അത്യാവശ്യമുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. ഇതും ആമിയുടെ തന്നെയാണ് കേട്ടോ. ആമിയുടെ സൺക്രീമാണിത്. പിന്നെ ഇത് എൻ്റെ ഒരു 2 ലിപ്സ്റ്റിക്ക്. എപ്പോഴും ഞാൻ ലിപ്സ്റ്റിക്കൊന്നും ഇടാറില്ല, എന്നാലും വല്ലപ്പോഴും ഇടുമ്പോൾ ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ലിപ് ബാമുമാണ്. അപ്പോൾ അത് 2 വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു പെർഫ്യൂം വെച്ചിട്ടുണ്ട്. മൈവയുടെ പെർഫ്യൂമാണ് കേട്ടോ. അപ്പോൾ ഒരു പെർഫ്യൂമുണ്ട്. പിന്നെ ഇതൊരു ബോഡി ബട്ടറാണ്. ഇത് ബോഡി ബട്ടറിൻ്റെ ഇതെന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല സ്മെല്ലാണ്. മാത്രമല്ല നമ്മൾ പെർഫ്യൂമൊക്കെ ഇടുമ്പം ഇച്ചിരി ബോഡി ബട്ടർ ഇട്ട് അതിന് മുകളിലോട്ട് ഇടുമ്പോൾ നമ്മൾ സ്കിന്നിലുമായിട്ട് ഡയറക്റ്റ് ടച്ചും വരുന്നില്ല. ആ സ്മെല്ല് കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു ബോഡി ബട്ടറുണ്ട്. പിന്നെയുള്ള ഇതൊരു ഗ്ലാസ് വൈപ്പാണ് കേട്ടോ. ഞാൻ സ്പെക്സ് വെക്കാറുണ്ടല്ലോ. അപ്പോൾ സ്പെക്സ് വെക്കുന്ന സമയത്ത് വൈപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാസ് വൈപ്സ്, അതായത് ലെൻസ് വൈപ്സ് ആണിത്. പിന്നെ ഇതും നമ്മുടെ ഗ്ലാസ് വൈപ്പ് ചെയ്യാനുള്ള ആ ഒരു ക്ലോത്ത് അതുണ്ട്. പിന്നെ കുറച്ച് എക്സ്ട്രാ ക്ലിപ്സ്, അതായത് ഹെയർ ക്ലിപ്പും അതുപോലെ തന്നെ നമ്മുടെ ഇതിനെന്നാ പറയുന്നതെന്ന് മറന്നുപോയി. നമ്മുടെ നാട്ടിലേക്ക് ഇറുക്കിയെന്ന് പറയും, ഇതിന് ക്ലച്ചസ് എന്നാണ് പറയുന്നത് തോന്നുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ, അതായത് നമ്മൾ മേക്കപ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ എന്താ നോക്കാം. ഇതിൽ എൻ്റെ ഫോണുണ്ട്. പിന്നെ ഒരു ഇതുണ്ട് പേഴ്സ്. അതിനകത്താണ് എൻ്റെ വാലറ്റും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഈ പേഴ്സ് ഞാനിവിടെ വന്ന സമയത്ത് മേടിച്ചാണ്. ഇടുന്നുണ്ട് അബിയുടെ പേരിൽ സൂചകമായിട്ട് ഒക്കെ മേടിച്ച് വെച്ചിരിക്കുന്നത്. ആമീൻ്റെ ഉണ്ട് ആമിയുടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വാലറ്റ് ഇതിനുള്ളിലാണ് ഞാൻ എൻ്റെ അല്ലാത്ത കാർഡ്സും കോയിൻസും ഒക്കെ ഇതിനുള്ളിൽ വെക്കും. നമ്മുടെ പൈസയൊക്കെ ഇതിനുള്ളിലാണ് വെക്കുന്നത്. അതാകുമ്പോൾ ഇതിൽ സേഫായിട്ട് ഇരുന്നോളും. ഓക്കെ. പിന്നെ ഉള്ളത് ഒരു പെന്നെടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നാൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞൊരു പെന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഈ ബാഗിനുള്ളിലുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഈ ചെറിയ ബാഗിൽ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളല്ല, ഇതിലും കൂടുതൽ സാധനങ്ങൾ വെക്കാം. നമ്മൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ പർപ്പസിനനുസരിച്ച് നമ്മളിതിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ മാറി വരും. ഇപ്പം ഞാനൊരു 2 ദിവസത്തേക്കൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ ഐറ്റംസ് വരും. അപ്പോൾ അതേപോലെ ഇതിൽ എത്ര വേണമെങ്കിലും നമുക്ക് സാധനങ്ങൾ ഒരു പരിധി വരെ നമുക്ക് സാധനങ്ങൾ വെക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, ഇത് കണ്ടോ, ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ആവുന്നതാണ്. എത്ര വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ആവാൻ പറ്റും. പിന്നെ നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് ഇതിവിടെ 2 ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ക്ലോസ് ചെയ്ത് നമുക്ക് നന്നായിട്ട് സ്റ്റൈൽ ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബാഗാണ് കേട്ടോ. അപ്പം ഞാൻ മെയിനായിട്ട് ഈ ടെഡി ബ്ലാക്ക് എന്ന് പറയുന്ന ഇവരുടെ ബ്രാൻഡിൻ്റെ ബാഗാണ് കൂടുതൽ മേടിക്കാറുള്ളത്. എനിക്കിപ്പോൾ ഇവരുടെ തന്നെ ഒരു 3 ബാഗ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി കാണിച്ചു തരാം. കാരണം ഇവരുടെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ബാഗ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 3.5 വർഷമായി. എനിക്ക് ഇതുവരെ ഇതിനൊരു പ്രോബ്ലവും വന്നിട്ടില്ല. അതായത് നമുക്ക് എന്തെങ്കിലും സ്ക്രാച്ചോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പമാണ്. അതുപോലെ ഡ്യൂറബിലിറ്റി ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു മറ്റ് ബാഗ്സിനെ വെച്ച്
നോക്കുമ്പം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെയുള്ള എൻ്റെ മറ്റു ബാഗുകൾ കാണിച്ചു തരാം. ഇതാണ് ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്ത എൻ്റെ ബാഗ്. ടെഡി ബ്ലാക്കിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ ബാഗ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇതുപോലെ നല്ലൊരു അടിപൊളി ബോക്സിലാണ് കേട്ടോ ഈ ഒരു ബാഗ് വരുന്നത്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതേ ടെഡി ബ്ലാക്ക് ഡിസൈനർ ഹാൻഡ് ബാഗ്സ് മെയ്ഡ് ഇൻ ഇറ്റലി ലക്ഷറി ലെതർ. ഇതിനുള്ളിൽ വേറൊരു കവറിങ്ങിലാണ്. ഇപ്പം ഇങ്ങനെ ഒരു കവറിങ് ഉള്ളതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാഗ് വേറെ ഡസ്റ്റും കാര്യങ്ങളൊന്നും കയറാതെ നല്ല അടിപൊളിയായിട്ട് പ്രൊട്ടക്റ്റ് ആയിട്ടിരിക്കും. അതെൻ്റെ മറ്റേ ബാഗിലും ഉണ്ട് കേട്ടോ. 3 ബാഗിനും ഈ കവറുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ ബാഗ്. ആ പുതിയ മണമൊക്കെ ഇപ്പോഴും അങ്ങനെ ഉണ്ട് കേട്ടോ. നല്ല ലെതറിൻ്റെ അടിപൊളി സ്മെല്ലാണ്. ആ പഴയ ബാഗിന് ഇപ്പോഴും അതുപോലെ തന്നെ ആ സ്മെല്ലുണ്ട്. അപ്പം ഇതാണ് എൻ്റെ പുതിയ ബാഗ്. ഇത് നമുക്ക് നല്ലൊരു നന്നായിട്ട് ഏത് ഡ്രസ്സിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളറും കൂടിയാണ്. അപ്പോൾ ഞാൻ ഇതും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചത്. ഇതിനകത്ത് ഉള്ളിൽ ഞാൻ ഒന്നും വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടുന്ന് ഈ ഒരു 2 ഇതങ്ങ് മാറ്റി ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. കണ്ടോ? ഇതിനുള്ളിലും ഇതിങ്ങനെ ഒരു കമ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. പിന്നെ ഇതിനുള്ളിൽ വേറൊരു എക്സ്ട്രാ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതായത് അപ്പം നമുക്കിത് പേഴ്സ് ഒന്നും എടുക്കാണ്ട് ഇതിനുള്ളിൽ തന്നെ നമ്മുടെ ക്യാഷും കോയിൻസും അതുപോലെ തന്നെ നമ്മുടെ കാർഡുകളൊക്കെ ഇതിനുള്ളിൽ തന്നെ വെക്കാം. അപ്പം അങ്ങനെ 2 കമ്പാർട്ട്മെൻറ്റ് ഇതിനുള്ളിൽ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് ബാക്കിലും ഒരു കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി ബാഗാണ്. ഇതല്ലാതെ നമുക്കിത് ഇങ്ങനെ കയ്യിലും പിടിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം ഞാൻ എസ്പെഷ്യലി ഇവരുടെ ബ്രാൻഡ് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഡ്യൂറബിലിറ്റിയാണ്. പിന്നെ ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റാലിയൻ ലെതറാണ് കേട്ടോ ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഇറ്റാലിയൻ ലെതറാണ്. ഈ ഒരു ബാഗ് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയാണ്. പിന്നെ ഇതിൻ്റെ ആ ഒരു ലുക്ക്, അതായത് നമുക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് ഏതൊരു ഡ്രസ്സിൻ്റെയും കൂടെ നമുക്ക് സ്റ്റൈൽ ചെയ്തിടാൻ പറ്റുന്ന ടൈപ്പ് നല്ല ലുക്കാണ്. പിന്നെ ഇതിൻ്റെ ഫിനിഷിങ്, അതായത് ഇതിൻ്റെ നമ്മളിപ്പോൾ നമ്മളൊരു സാധാരണ ഒരു നോർമൽ ഒരു ബാഗ് വാങ്ങുമ്പോൾ നമ്മളെല്ലാവരും നോക്കുന്നത് നല്ല ഫിനിഷിംഗ് ഉണ്ട് എന്താണെങ്കിലും നമ്മൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ്ങും ആ ഒരു പ്രീമിയം ഇറ്റാലിയൻ ലെതർ ലുക്കുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മൾ എത്ര നാൾ യൂസ് ചെയ്താൽ ഇതിനങ്ങനെ ഒരു സ്ക്രാച്ച് വീഴുന്നതായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു പുതുമ നഷ്ടപ്പെടുന്നു പോകുന്നതായിട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇവരുടെ വെബ്സൈറ്റ് ഞാനിവിടെ കൊടുക്കാം. നിങ്ങൾക്കും ഇതുപോലെ തന്നെ നല്ല നല്ല ബാഗ്സ് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല നല്ല സ്റ്റൈലിഷ് ആയിട്ട് നടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഇവരുടെ വെബ്സൈറ്റും കൂടെ ഇവിടെ കൊടുക്കാം. നിങ്ങളും കൂടി ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നല്ല നല്ല ബാഗ്സും കാര്യങ്ങളൊക്കെ ഇടുമ്പം എൻ്റെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ആവുന്നവർ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് നല്ലൊരു ബാഗും കൂടി അതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്തിട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഒരു ലുക്ക് ഒന്നും കൂടി ഒന്ന് ബൂസ്റ്റ് ആയതുപോലെ, അപ്പം നമ്മുടെ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി ബൂസ്റ്റ് ആവുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും എന്നെപ്പോലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കാം. ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഇവരുടെ വെബ്സൈറ്റിലുണ്ട്. നല്ല ഡ്രീം ഡിസൈൻസ് ആണ്, അതായത് നല്ല ലക്ഷറി ഡിസൈൻസ് ആണ് ഇവരുടെ ഓരോ ബാഗ്സിനും ഉള്ളത്. ഇപ്പം ഞാൻ 2 ടൈപ്പ് ബാഗ് നിങ്ങളെ കാണിച്ചല്ലോ. അപ്പോൾ ഈ 2 എൻ്റെ ഫേവറേറ്റ് ബാഗ്സ് ആണ്. ഞാൻ വേറൊരു ബാഗും കൂടി കാണിച്ചു തരാം. അപ്പം അതും കൂടി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇപ്പം ഒന്നൊരു വലിയ ബാഗ് ഒന്നൊരു മീഡിയം സൈസ് ബാഗുമാണ്. ഇനിയുള്ളത് ഏറ്റവും സ്മോൾ. എൻ്റെ കയ്യിൽ ഇവരുടെ ഈ ബ്രാൻഡിൻ്റെ ഏറ്റവും സ്മോൾ ബാഗാണ് കേട്ടോ ഈ ഒരു ബാഗ്. ഇത് അബിക്ക് എനിക്കുള്ള ബാഗിൽ ഏറ്റവും ഇഷ്ടം അബിക്ക് ഈ ഒരു ബാഗാണ് കേട്ടോ. ഇതും ടെഡി ബ്ലാക്കിൻ്റെ സെയിം മോഡലാണ്. ഇത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സ്ട്രാപ്പ് നമുക്ക് ഡിറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞാനൊന്ന് ടോട്ടലി ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ ലുക്ക് വരുന്നത് കേട്ടോ. ഇതാണ് ഈ ഒരു ബാഗിൻ്റെ ടോട്ടൽ ലുക്ക്. ഇത് നമുക്കൊരു ചെറിയൊരു സത്യം പറഞ്ഞൊരു മണി പേഴ്സ് പോലെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമുക്കിത് ക്ലച്ചസ് എന്നൊക്കെ പറയില്ല, അതുപോലൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുക. ഈ സ്ട്രാപ്പ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമായിട്ട് ഇങ്ങനെ കൈ പിടിച്ചാൽ മതി. നമ്മളൊരു ഫ്രോക്കൊക്കെ ഇടുമ്പം അല്ലെങ്കിൽ ഏതൊരു ഡ്രസ്സാണ് ഇപ്പോൾ ജീൻസ് ആണെങ്കിൽ തന്നെ എല്ലാത്തിൻ്റെയും കൂടെ പെയർ ചെയ്യാൻ പറ്റും. ഫ്രോക്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ച ഡ്രസ്സാണ് കേട്ടോ, അതിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതും ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വലിയൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിനുള്ളിൽ നമുക്ക് കാർഡ്സൊക്കെ വെക്കാനായിട്ട് ഒരു വേറൊരു കമ്പാർട്ട്മെൻറ്റും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലും ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്.
ഞാൻ മറ്റ് ബ്രാൻഡിൻ്റെ ബാഗുകളും യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബ്രാൻഡിൻ്റെ ബാഗാണ് കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഡിസൈനും അതുപോലെ തന്നെ ആ ഒരു ഞാൻ മുമ്പേ പറഞ്ഞ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒന്നും കൂടി ഒന്ന് ബൂസ്റ്റ് ആവുന്നതുപോലെ, അതുപോലെ ഏത് ഡ്രസ്സിൻ്റെയും കൂടെ ഈ ഏത് ബാഗ് വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ബാഗ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് ജീൻസ് ഇടുമ്പോൾ വേണമെങ്കിലും ഡ്രസ്സ് ഇടുമ്പോൾ വേണമെങ്കിലും ഈവൻ സാരി ചുരിദാർ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് എൻ്റെ ഈ 3 ബാഗുകളും പെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പോകുന്ന നമ്മുടെ ട്രാവലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു യാത്രയുടെ ഔട്ടിങ്ങിൻ്റെ പർപ്പസ് അനുസരിച്ച് നമുക്ക് ഇതിലേത് ബാഗ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള നല്ല നല്ല ബാഗ്സുകൾ ഇഷ്ടമാണെങ്കിൽ ഇവരുടെ വെബ്സൈറ്റ് കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുവാണ്. അപ്പോൾ എൻ്റെ ഈ 3 ബാഗിൽ ഏത് ബാഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് മാത്രമല്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന ബാഗിൽ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ബാഗ്, അത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്കിപ്പം വലിയ വലിയ ലക്ഷറി ബ്രാൻഡ് ഒന്നും വേണമെന്നുണ്ടാവില്ല, നമുക്ക് ചില ബാഗുകൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ബാഗ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം.